അസ്സലാമു അലൈക്കും. നമ്മളെ വീട് പണി സ്റ്റാർട്ടായി കേട്ടോ. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? കല്യാണത്തിനൊക്കെ പോയി മക്കളൊക്കെ ഉറക്കമാണ്. ചായയൊക്കെ ഇട്ട് വെച്ച് നമ്മളതാ സ്ലാബ് അടിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പണിയായിരുന്നു. അൽഹംദുലില്ലാ. എൻ്റെ മോളെ മാർച്ച് 28 റമദാനക്ക് നമ്മുടെ മസ്റുമോളെ ജന്മദിനമാണ്. അപ്പോഴൊരു ഇത്താൻ്റെ വകയാണ് മസ്റുമോൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾ കേട്ടോളി. നിങ്ങൾ എത്ര ഇനി വിഷമിപ്പിച്ചാലും, എത്ര ഇനി ഞാൻ സഹായിക്കല്ലെന്ന് പറഞ്ഞാലും സഹായിക്കണ ഇത്താമാരുണ്ട്. ക്ഷമ ഈമാൻ്റെ പകുതിയാണ്. നിങ്ങൾ എത്രത്തോളം പറഞ്ഞാൽ അത്രത്തോളം പാപം എൻ്റേത് കുറയും. അതുകൊണ്ട് എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യം അതൊരുപാട് സ്ത്രീകൾ കമൻറ്റിലൂടെ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. പിന്നെ നമ്മുടെ കാര്യം വേറൊരാൾ പറഞ്ഞറിയണേന്നും നമ്മൾ പറയണല്ലേ നല്ലത്. പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇപ്പം നരകിച്ച് ജീവിക്കണേക്കാട്ടിയും നല്ലതാണ് ഒറ്റപ്പെട്ട് ഈ മക്കളെയും കൊണ്ടിട്ട് സന്തോഷമായിട്ട് ജീവിക്കണത്. അതെ, ആരംഗീകരിച്ചില്ലെങ്കിൽ റബ്ബ് അംഗീകരിക്കും. ഒരുപാട് പേര് ദുഃഖത്തിൽ ഈ 3 ദിവസം കൊണ്ട് ഇത്താമാരൊക്കെ കോടിക്കണക്കിന് ഇത്താമാരാണ് എൻ്റെ ഫോണിൽ വിളിക്കുന്നത്. എല്ലാ ഇത്തമാരുടെ അടുത്തും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുബൈയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, സൗദിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഇക്കാമാർ വിളിച്ചിട്ടുണ്ട്. നെജിയെ നീ വിഷമിക്കണ്ട, നിനക്ക് എന്തൊരാവശ്യം ഉണ്ടാ നെജിയെ, നീ നമ്മളടുത്ത് പറയുന്നതാണ് പറയണത്. നിനക്കൊരു കൂടപ്പുറപ്പായിട്ട് നമ്മൾ ചെയ്തു തരും. നിൻ്റെ മക്കൾക്ക് മുൻ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇനിയൊരു കാര്യമോ എന്ത് വന്നാലും നീ നമ്മളടുത്ത് ചോദിക്കാൻ മറക്കരുത് എന്നാണ് ഇക്കാമാർ പറയണത്. നിങ്ങൾ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊരു തടസ്സപ്പെടുത്തിയാലും എങ്ങനെ ആയാലും അള്ളാഹു ഒരുവൻ ആണ് എന്നെ സൃഷ്ടിച്ചത്. ഞാനിന്ന് ഈ ഭൂമിയിൽ ഇല്ലാണ്ടായിപ്പോയാലും എന്തൊരായിപ്പോയാലും ശരി തന്നെ. എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇപ്പോഴും ക്ഷമിക്കുന്നതേ ഉള്ളൂ. ആരുടെയും തട്ടിക്കയറാനോ എന്നെ ആരെയും അങ്ങനെ തട്ടിക്കയറാൻ പഠിപ്പിച്ചിട്ടുമില്ല. അന്നും ഇന്ന് ക്ഷമിച്ച്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഉമ്മച്ചിമാരെ ദുആയും ബർക്കത്തും എല്ലാവരും കൂടെ ഇറങ്ങി അൽഹംദുലില്ലാ റാഹത്തായ വീടായി. ഇറങ്ങിയവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വന്നില്ല. പിന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം വീട്, മോൾക്ക് സ്വർണം കിട്ടി, വസ്ത്രം കിട്ടി, പാത്രങ്ങൾ കിട്ടി. അതിനൊക്കെയുള്ള ബർക്കത്ത് ഈ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ കിട്ടും. കാരണം നമ്മൾ കള്ളവും വഞ്ചനയുള്ള ആൾക്കാരല്ല. നമ്മളെപ്പോഴും റബ്ബിനെ മുറുകെ പിടിച്ച റബ്ബ് ഒരു നാളിൽ നിങ്ങളെ ആരെയും സങ്കടപ്പെടുത്തൂല മക്കളെ. അപ്പോൾ വീട് പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാ വീടിൻ്റെ ബാക്കി പണിക്ക് ആൾ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ആരെയും ദ്രോഹിക്കാൻ പഠിക്കരുത്. ഉള്ള കാലം അത് ഇല്ലായ്മ പറയാതെ അല്ല. ഞാൻ ആരുടെ ഇരുന്നിട്ടുമില്ല. നീ സഹായിരെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു പോസ്റ്റ് ഇട്ടു, അൽഹംദുലില്ലാ. എനിക്ക് ആദ്യമൊക്കെ കുറച്ച് സഹായം ഉള്ളായിരുന്നു. എൻ്റെ വാപ്പ ഉമ്മ കൂട്ടർ, നിങ്ങൾ പാലിയച്ചിൻ്റെ ആളൊന്നും കണ്ടില്ലല്ലോ. അവരൊക്കെ ഫേസ് ചെയ്യാനില്ലേ മുഖം ഇതായിട്ടാണ്. പിന്നെ എൻ്റെ സഹോദരന്, അദ്ദേഹത്തിന് കൂലിപ്പണിയാണ്. എന്നാലും കുഴപ്പമില്ല. അത് അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കണ്ട. എന്നെ മക്കളെയും കൂടെ അതിന് നോക്കാൻ പറ്റൂല. അതിന് കൂലിപ്പണിയും തടിപ്പണിയാണ്. ഇപ്പം അതിന് കുറച്ച് ദിവസമായി 2 ദിവസം കൊണ്ട് അതിന് പണിയില്ല. അപ്പോൾ എൻ്റെ കാക്കാക്ക് എന്തെങ്കിലും വന്നു പോയാൽ നമ്മൾ സഹോദര സ്നേഹമുള്ളവരാണ്. നമ്മൾ തള്ളിക്കളയല്ല. നമ്മൾ ഈ എന്നുവെച്ചാൽ കോളനി ഏരിയ അല്ല. നമ്മുടെ അന്തസ്സായിട്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരിതാണ്. പിന്നെ എൻ്റെ ഉമ്മ എനിക്കൊരു അനുഗ്രഹം തന്നു. ഈ വീട് വയ്ക്കാൻ എൻ്റെ ഉമ്മ ആരെല്ലാം കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പെറ്റ തള്ള, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, ഞാൻ കളയൂല. എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വയ്യാണ്ടായിപ്പോയാൽ നമ്മൾ 3 മക്കളും പണത്തിൻ്റെ ഒത്തിരി കുറവേ റബ്ബ് അമ്മക്ക് തന്നിട്ടുള്ളൂ. മാതാപിതാക്കളെ പൊരുത്തം മതി. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വായിത്തോന്നിയത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതാദ്യം ഓർത്തോളി. പിന്നെ ആരെയും പൈസ മേടിച്ചിട്ടല്ല മക്കളെ വളർത്തിയത്. ഇപ്പോഴാണല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നത്. അത് വീടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത്താമാർ, എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് ഇത്താമാർ, നിങ്ങൾ കേട്ടോളി, ഭക്ഷണത്തിന് പൈസ തന്നിട്ടുള്ളൂ. അത് എത്തീമെന്ന് പറഞ്ഞിട്ടല്ല തന്നത് കേട്ടാ. എൻ്റെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മക്കൾ തിന്നാത്ത ഭക്ഷണം മേടിച്ച് കൊടുക്കുക നെജിയെന്നാണ് പറഞ്ഞത്. റമദാനിക്കൊക്കെ ഒരുപാട് പേര് അൽഹംദുലില്ലാ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെ തളർത്തിയാലും പടച്ചവൻ വിചാരിക്കണം തളർത്തണമെന്ന് കേട്ടാ. അതുകൊണ്ട് ചുമ്മാ സമയം കളയാതെ നല്ലൊരു മാസം വരുന്ന ഐബത്തും പരദൂഷണവും കളഞ്ഞിട്ട് വല്ല ദിക്റ സ്വലാത്ത ആരാൻ്റെ എന്തൊരു നെഞ്ചത്ത് കയറി താണ്ടവാടാതെ സ്വന്തം മക്കളൊക്കെ ഉള്ളതല്ലേ. നമ്മൾ ചെയ്യുന്നതിൻ്റെ ബലം നമ്മളെ മക്കളാണ് അനുഭവിക്കുന്നത്. 2 വട്ടം കാര്യം ആലോചിക്കുക. എനിക്കിത്രേ പറയാനുള്ളൂ. എന്തുകൊണ്ടും എനിക്കിതാ ഇനി എൻ്റെ മസ്റൂമോളെ ജന്മദിനത്തിന് അടിപൊളിയൊരു സമ്മാനം വരുന്നുണ്ട്. അൽഹംദുലില്ലാ. അത് നിങ്ങൾക്ക് ഞാൻ
അത് വാങ്ങുന്നിടം തൊട്ട് പൊട്ടിക്കുന്നിടം വരെയുള്ള വീഡിയോ ഞാൻ ഇടും. കാരണം ഒന്നുമില്ലായ്മയെന്ന് വന്നതാണ് ഞാൻ. അൽഹംദുലില്ലാ ഇന്ന് ഞാൻ റബ്ബിനെ സ്തുതിച്ച് ഇവിടം വരെ എത്തി. പിന്നെ മസ്റൂറാക്ക് നല്ല, കാരണം ഞാനില്ലാണ്ടായിപ്പോയാലും അവൾക്ക് പഠിക്കാനും കാര്യങ്ങൾക്ക് എല്ലാം എത്ര പേരാണ് അവളെ നോക്കുന്നതെന്നറിയാമോ? എത്ര പേരാണ് മുത്തുമോനെ മിച്ചുമോനെ സ്നേഹിക്കണേന്നറിയാമോ? ഒരു ഉമ്മാൻ്റെ ദ്വാ മതി, അത് ആ ഉമ്മാൻ്റെ വയറ്റിൽ ജനിക്കണമെന്നില്ല. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഈബത്തും പരദൂഷണം കുറയ്ക്കുക. നല്ലൊരു മാസം വരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂടെ തട്ടിക്കയറാൻ ആരും വരണ്ട. ഞാൻ ഇവിടെ ഉള്ള കുറേ എണ്ണോ പിന്നെ അവിടെ ഉള്ള കുറേ എണ്ണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് ഉള്ള കാലം നിങ്ങളിനി എത്ര പറഞ്ഞാലും എൻ്റെ പാപം കുറയേയില്ല. എത്ര മുഖം കറുത്താലും ഒന്നും ഞാൻ മേടിച്ചിട്ടുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. എനിക്കൊന്നും പറയാനുമില്ല. സങ്കടമുണ്ട് ഒരുപാട്. നമ്മളെ പിച്ചി ചീന്തുമ്പോഴല്ലേ സങ്കടമുണ്ട്. സ്ത്രീയും പുരുഷനും വന്നിട്ടൊക്കെ പിച്ചി ചീന്തും. ബാക്കി ആർക്കും കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ എല്ലാം അതായത് ക്ഷമിച്ചാലേ നമ്മളെ ചാനൽ മേലിലോട്ട് കയറിപ്പോവും. കാരണം അംഗീകരിക്കണം, നമ്മളെ അംഗീകരിക്കണം. ഞാൻ എൻ്റെ ഇത് ഭയങ്കരമാണെന്നല്ല പറയേണ്ടിയുള്ളത്. ഞാൻ പറയല്ലേ, എൻ്റെ ഇത്താമാർ പറയണം, നജിയേ നിനക്ക് വിഷമമുണ്ടല്ലേ, നീ ക്ഷമിക്കുമോളെ എന്നാണ് എൻ്റെ ഇത്താർ പറയണത്. അതാണ് കുടുംബത്തിൽ വന്നിട്ടുള്ളത്, കൂട്ടുകുടുംബത്തിൽ അല്ലാതെ വന്നിരുന്നിട്ട് വായി തോന്നി പറഞ്ഞിട്ട് ഒരാളെ സങ്കടപ്പെടുത്തുകയല്ല. അതിന് വേണം അള്ളാഹ്, അതായത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ ദുആ ചെയ്യ്, നിൻ്റെ മനസ്സിൽ നിന്നുള്ള ശൈത്താനെ മാറ്റിത്തരണേന്ന്. ഇത്രേ പറയാല്ലേ. ആ വീടിൻ്റെ പണിയൊക്കെ ബാക്കി റമളാനിക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ വേവിപ്പ് തുടങ്ങും. പിന്നെ കിച്ചൺ പരിപാടി, മക്കളെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.